ഹായ്, അഡീനിയം അഥവാ ഡിസർട്ട് റോസ് എന്നറിയപ്പെടുന്ന ആ ഒരു പ്ലാന്റ്, അതിൻ്റെ ആ ഒരു വീഡിയോ ആണ് ഇന്നത്തെ. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ നിറയെ പൂക്കൾ ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് ഞാൻ കോഡക്സ് ആണ് കാണിക്കുന്നത്. കണ്ടില്ലേ, ഇത്രയേറെ കോഡക്സ്, നല്ല ഭംഗിയാണ്. ഈ പൂക്കളുടെ ഈ ഒരു ചെടിയുടെ പ്ലാന്റിൻ്റെ അട്രാക്ഷൻ എന്ന് പറയുന്ന കോഡക്സും അവയുടെ അതുപോലെ തന്നെ ഭംഗി തന്നെയാണ് പൂക്കളും. ഇപ്പോൾ രണ്ടും ഒരുപോലെ തന്നെയാണ്. അപ്പോൾ ഇതുപോലെ നിറയെ പൂക്കളും അതുപോലെ ബോൺസായി ആയിട്ട് ഇതുപോലെ കോഡക്സും ഒക്കെ വളർത്തിയെടുക്കാം. നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്ത് കൊടുക്കാൻ പറ്റിയ ചില ടിപ്സുകളൊക്കെയാണ് ഇന്നത്തെ ആ ഒരു വീഡിയോയിൽ. നമുക്ക് ഉറപ്പായിട്ടും നല്ലൊരു ഗാർഡൻ അതുപോലെ മനോഹരമാക്കാം. നമ്മുടെ കണ്ണിന് നല്ലൊരു ഇഷ്ടം തോന്നുന്നൊരു പൂ തന്നെയാണ് ഈ ഒരു അഡീനിയം. അപ്പോൾ ഇതുപോലെ പുറത്തേക്ക് കാണുന്ന കുഞ്ഞു കുഞ്ഞു വേരുകളൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. കട്ട് ചെയ്ത് കൊടുത്ത ശേഷം സാഫ് ഫംഗിസൈഡ്, അതുപോലെ തന്നെ മേലോട്ട് കൂടുതൽ വളർന്നു പോകാതെ ബോൺസായിട്ട് വളർന്ന് കിട്ടുവാനായിട്ട് ഇതിൻ്റെ മേൽഭാഗം കട്ട് ചെയ്ത് കൊടുക്കുക. സാഫ് ഫംഗിസൈഡ് പുരട്ടി കൊടുക്കുക. എന്നിട്ട് മഴ നനയാതെ മാറ്റി വെച്ച് കൊടുക്കുക. 2-3 ദിവസം കഴിയുമ്പോൾ എടുത്ത് നല്ല വെയിലുള്ള ഭാഗത്ത് വെച്ചു കണ്ടോ. അപ്പോൾ നിറയെ പൂക്കളും കിട്ടും ഈ ഒരു ഷേപ്പിൽ വളർത്തി. അതുപോലെ മുട്ടത്തോട്, പുഴുങ്ങിയ മുട്ടയുടെ തോടല്ല, അല്ലാതെ പച്ചമുട്ടയുടെ തോട് നല്ലതുപോലെ പൊടിച്ച ശേഷം കൈകൊണ്ട് പൊടിച്ചാലും മതി, ഇതിൻ്റെ ചുവട്ടിലിട്ട് കൊടുക്കാം. അതുപോലെ വല്ലപ്പോഴും, അതായത് 2 ആഴ്ചയൊക്കെ കൂടുമ്പോൾ 1 സ്പൂൺ ചാരം ചുവട്ടിൽ ഇത്തിരി അല്പം മാറ്റി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മളുടെ വീട്ടിൽ പാഴാക്കി കളയുന്ന മറ്റൊരു ഐറ്റമാണ് പഴത്തൊലി നമ്മൾ വീട്ടിൽ കളയാറാണ് പതിവ്. ഈ ഒരു പഴത്തൊലി കൊച്ചായിട്ട് കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് നമുക്ക് ഇതുപോലെ ഒരു കണ്ടെയ്നറിൽ ഇട്ട ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കുഞ്ഞു കുഞ്ഞു പീസാക്കുക. പഴത്തൊലി കട്ട് ചെയ്തിട്ട് അപ്പോൾ അതിലേക്ക് പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഒരു 3 ദിവസം വെച്ച ശേഷം, അപ്പോൾ അതിൻ്റെ ആ ഒരു എസൻസൊക്കെ നല്ലതുപോലെ ഇറങ്ങിയതിന് ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലൊന്ന് അടിച്ചെടുക്കാം. ഇല്ലെങ്കിൽ കൈകൊണ്ട് തന്നെ നല്ലതുപോലെ ഒന്ന് തിരുമിയതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്തത് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. ഏറ്റവും നല്ലൊരു ഫെർട്ടിലൈസർ തന്നെ അഡീനിയം പ്ലാന്റ് നല്ല രീതിയിൽ ഇതുപോലെ പിടിച്ച് കിട്ടുവാനായിട്ട് ഏറ്റവും നല്ലൊരു ഫെർട്ടിലൈസർ തന്നെയാണ് ഈ ഒരു പഴത്തിൻ്റെ തൊലിയിട്ട് കുതിർത്ത ആ ഒരു വെള്ളം. അപ്പം മറ്റൊന്നും അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. ഇത് ഡയറക്റ്റ് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്തതിന് ശേഷം ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താൽ മതി. നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് ഉറപ്പായിട്ട് ഒരു 2 ആഴ്ചയൊക്കെ ആകുമ്പോഴത്തെ നിറയെ മുട്ടുകളൊക്കെ ആയിട്ട് കിട്ടും കേട്ടോ. ഇതുപോലെ നമ്മൾ അടച്ച് സൂക്ഷിക്കുക. അപ്പം നമുക്ക് വേസ്റ്റാക്കി കളയുകയും വേണ്ട. ഇത് ചെടിക്ക് നല്ലൊരു ഫിറ്റ്. അതുപോലെ തന്നെയാണ് മീൻ കഴുകുന്ന വെള്ളം, അല്ലെങ്കിൽ ഇറച്ചി കഴുകുന്ന ഈ ഒരു വെള്ളം ഉണ്ടല്ലോ, നമ്മൾ അതിൻ്റെ വേസ്റ്റൊക്കെ എടുത്ത് മാറ്റിയ ശേഷം അതിൻ്റെ തെളി എടുത്തിട്ട് ഇതുപോലെ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്ത് നോക്കാം. നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും. പഴച്ചെടികൾക്കും അതുപോലെ തന്നെ പൂച്ചെടികൾക്കൊക്കെ ഒരുപോലെ കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നല്ല അട്രാക്റ്റീവായിട്ടുള്ള പൂക്കളും നല്ല കളറും ഒക്കെ കിട്ടുന്നതിന് ഒരു അത്യുഗ്രൻ ഫെർട്ടിലൈസർ, ഒരു ജ്യൂസ് തന്നെയാണ് ഈ ഒരു മീൻ അല്ലെങ്കിൽ ഇറച്ചി കഴുകുന്ന ആ ഒരു വെള്ളം കേട്ടോ. ഇതൊന്നും കളയാതെ ഇവയുടെ ചുവട്ടിൽ ആ വേസ്റ്റൊക്കെ എടുത്ത് മാറ്റിയ ശേഷം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ നല്ലൊരു വളം പുറത്ത് നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ ഇത്രയൊന്നും നല്ല ഓർഗാനിക് ഫെർട്ടിലൈസർ കിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ കൊച്ചു വേരുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതുപോലെ തന്നെ മുൾവശം കട്ട് ചെയ്തിട്ട് സാഫ് ഫംഗിസൈഡ് പുരട്ടി കൊടുക്കുക. ഇത് ഇത്ര മതി. ഇപ്പം നല്ല ബോൺസായിട്ട് വളർന്നു കിട്ടും. അതുപോലെ തന്നെ ഏറ്റവും നല്ലൊരു ഫെർട്ടിലൈസർ എന്ന് വെച്ചാൽ കടലപ്പിണ്ണാക്കാണ് കേട്ടോ. കടലപ്പിണ്ണാക്ക് ഡയറക്റ്റ് നമ്മൾ ഇട്ട് കൊടുക്കുന്നതിനെക്കാട്ടി ഏറ്റവും നല്ലത് ഒരു 3 ദിവസം വെച്ച് പുളിപ്പിച്ച് വെള്ളമോടെ ചേർത്ത് പുളിപ്പിച്ചിട്ട് ഇരട്ടി വെള്ളവും കൂടെ ചേർത്തിട്ട് ചൂടൊഴിച്ചു. ഈ കടലപ്പിണ്ണാക്ക് പുളിപ്പിക്കുമ്പോൾ അത് ഈ ചെടികൾക്ക് ആവശ്യമായ സൂക്ഷ്മാണുക്കൾ, ഈ ഒരു ചെടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ എല്ലാ ആ ഒരു സൂക്ഷ്മാണുക്കളും ആ ഒരു കടലപ്പിണ്ണാക്ക് പുളിപ്പിക്കുമ്പോൾ അതിലുണ്ടാകും. അപ്പോൾ അത് നമ്മുടെ ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താൽ പ്രത്യേകം അഡീനിയം പ്ലാന്റ് നിറയെ പൂക്കളുണ്ടാകും. ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. കടലപ്പിണ്ണാക്കാണ് ഏറ്റവും നല്ലൊരു ഫെർട്ടിലൈസർ കേട്ടോ. അത് ഡയറക്റ്റ് നമ്മൾ ഇട്ട് കൊടുക്കുന്നതിനെക്കാട്ടി ഏറ്റവും നല്ലത് പുളിപ്പിച്ചിട്ട് 3 ദിവസം വെച്ച് പുളിപ്പിച്ചിട്ട് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ നിറയെ പൂക്കളും കിട്ടും. അതുപോലെ ഇതിൻ്റെ കോഡക്സൊക്കെ നല്ല വലിപ്പത്തിലായി കിട്ടും. അപ്പോൾ പ്രത്യേകിച്ച് ഈ ഒരു മാർച്ച് മാസം അതുപോലെ ഏപ്രിൽ മാസം വെച്ചാൽ നിറയെ ചൂടാണ്. ഈ സമയത്താണ് നിറയെ പൂക്കളും കിട്ടുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഫെർട്ടിലൈസർ ഒന്ന് ട്രൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ആവശ്യമായ എല്ലാ സൂക്ഷ്മാണുക്കളും, ചെടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ എല്ലാ സൂക്ഷ്മാണുക്കളും ഇതിങ്ങനെ പൊളിപ്പിക്കുന്ന സമയത്ത് അതിൽ കിട്ടാറുണ്ട്. അപ്പോൾ അത് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ചെടികൾക്ക് അത് ഡയറക്റ്റ് കിട്ടുകയും ചെയ്യും. അപ്പോൾ എത്ര നല്ല വെറൈറ്റി ആയിട്ട് നല്ല രീതിയിൽ നമുക്ക് പൂക്കൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും. അപ്പോൾ മറ്റ് കെമിക്കൽ വളങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരൊറ്റ വളം മതി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും. അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുള്ളായി എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ മറ്റുള്ള കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മടിക്കരുത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഈ അഡീനിയം പ്ലാന്റ് ഇഷ്ടമല്ലാത്ത ആരും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു ടിപ്സൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇതുപോലെയുള്ള കുഞ്ഞു ഗാർഡൻ ടിപ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരുന്നതാവും.
അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഒരിക്കൽ കൂടി പറയുകയാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്.